ഹായ് ഓൾ. അപ്പോൾ ഇന്ന് ഞങ്ങൾ കുറേ ദിവസത്തിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ തിരുവനന്തപുരത്തേക്ക് പോവുക. തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ ജനിച്ച് വളർന്ന സ്ഥലമാണ് തിരുവനന്തപുരം. അപ്പം ഞങ്ങളെല്ലാവരും ബോധേ ഒരാൾ കിടക്കുന്നത് കണ്ടോ, നല്ല പനിയുണ്ട്. പിന്നെ എന്നെ ഒറ്റയ്ക്ക് വീട്ടിൽ നിർത്തിയിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് എന്നെയും കൂടെ കൊണ്ടുപോവുക. അവനെ കിടത്താനുള്ള എല്ലാ സെറ്റപ്പുമായിട്ടാണ് ഞങ്ങളെല്ലാവരും പോകുന്നത്. അത്രയും ശ്രദ്ധിച്ചാണ് ഞങ്ങൾ പോകുന്നത്. വഴിയിൽ നിങ്ങൾക്കെല്ലാം സുപരിചിതമായിട്ട് ഇപ്പം അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നൊരു സ്ഥലമാണ് വിതുര. വിതുരയിലാണ് എൻ്റെ അച്ഛനും ജനിച്ച് വളർന്നത്. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള നാടാണത്, ഒരുപാട് പച്ചപ്പ്. അപ്പോൾ പോകുന്ന വഴിക്ക് ആ കാണുന്നത് ജടായു പാറയാണ്. അങ്ങനെ വഴിയിലിടയ്ക്ക് വെച്ചുള്ള കുറച്ച് യുദ്ധങ്ങളും പോരാട്ടങ്ങളും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നെടുമങ്ങാട് ഞങ്ങളുടെ ചേച്ചിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇടയ്ക്കൊക്കെ ഉള്ള വീഡിയോ എടുക്കണമെന്ന് വെച്ചാൽ ലാഗ് അടിച്ച് നിങ്ങൾ മടുത്തു പോവും. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്കുള്ള വീഡിയോസേ ഉള്ളൂ. അപ്പം ഇത് നെടുമങ്ങാടാണ്. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് ഇറങ്ങുന്ന വഴിയാണത്. കാറിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോഴേ എൻ്റെ മോൻ ഉണരും. കാറിൽ കിടന്നങ്ങ് ഉറങ്ങും. വണ്ടി നിർത്തിയാലും അവൻ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ ചേച്ചിയുടെ വീട്ടിലേക്ക് നടന്നു പോവുക. നിങ്ങൾ കരുതുക നേരെ കാണുന്നതാണ് ചേച്ചിയുടെ വീടെന്ന്. എന്നാൽ അതല്ല. ഞാൻ ഇടയ്ക്ക് വെച്ച് കാണിച്ചില്ലേ, ഇതിൻ്റെ അപ്പുറത്തുള്ളതാണ് ഞങ്ങളുടെ ചേച്ചിയുടെ വീട്. അവിടെ ചേച്ചിയും ചേച്ചിയുടെ 2 മക്കളും ചേച്ചിയുടെ ഹസ്ബൻഡുമാണ് താമസിക്കുന്നത്. ഇതാണ് ചേച്ചിയുടെ 2 മക്കൾ. വന്നപ്പോഴേ എൻ്റെ കുട്ടീനെ വിളിച്ചുകൊണ്ട് പോവുക. ഇതാണ് എൻ്റെ ചേച്ചി. അപ്പോൾ ചെന്നപ്പോഴേ എൻ്റെ കുട്ടൂസനെ എടുത്ത് മടിയിൽ വെച്ച് കളിപ്പിക്കുക. അപ്പോൾ അവന് പനി ആയതുകൊണ്ട് തന്നെ എല്ലാവരും ചുറ്റും നിന്ന് നോക്കുകയും വിശേഷം പറയുകയും ഒക്കെ ചെയ്യുവാണ്. അവൻ പിന്നെ വന്നപ്പോഴേ എല്ലാവരെയും കണ്ട് ഓരോന്നൊക്കെ ചോദിക്കാനും ആക്ഷൻ ഇടാനും എടുക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരെയും വീക്ഷിച്ചും നിരീക്ഷിച്ചും ഒക്കെ ഇരിക്കുക. എന്തൊക്കെയോ മൂളിക്കൊണ്ട് പറയുന്നതും ഉണ്ട്. എന്തായാലും വീട് കണ്ടപ്പോൾ അവന് സന്തോഷമായി. ഒരു ചിരിയും കളിയും ഒക്കെ വന്നു. പിന്നെ താഴേക്ക് ഇറങ്ങി. ആ സൗണ്ടുള്ള ഷൂ, അത് അവൻ ഫസ്റ്റ് ടൈമാണ് അതിട്ട് പുറത്തോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ആ സൗണ്ട് കേൾക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. പനി ആയതുകൊണ്ട് ആളിത്രയും ഡള്ളായിട്ട് നിൽക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നൊരു റീൽസൊക്കെ എടുത്തു. എൻ്റെ 2 അനിയത്തിമാരാണ്, കുഞ്ഞനിയത്തിമാർ. ഞങ്ങൾ റീൽസൊക്കെ എടുത്തു. പിന്നെ ഞാനും അവളും കൂടെ ഒരു റീൽസൊക്കെ എടുത്തു. ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടു കാണും. പിന്നെ എല്ലാവരും ഒരു ഉച്ചയുറക്കമൊക്കെ കഴിഞ്ഞത് ആ ഫ്രണ്ടിൽ ഇരിക്കുന്നത് എൻ്റെ ചേട്ടനാണ്. ഞങ്ങളെല്ലാവരും കൂടെ നേരെ അമ്പലത്തിലേക്ക് പോയി. ഞങ്ങളെ വരവിൻ്റെ ഉദ്ദേശം തന്നെ അമ്പലത്തിൽ പോകാനായിരുന്നു. അവിടെ ഒരു പൂജ ഉണ്ടായിരുന്നു. കണ്ടില്ലേ, വീണ്ടും ആളിറങ്ങി. അങ്ങനെ അമ്പലത്തിലേക്ക് അത് അമ്പലം എന്ന് പറഞ്ഞാൽ കറക്റ്റ് വിതുരയിലാണ്. ചായത്തമ്പലം എന്നാണ് പേര്. ഭദ്രകാളി ക്ഷേത്രമാണ്. അവിടെയാണെങ്കിൽ ഉത്സവം കൂടെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ലൈറ്റ് കണ്ടേ നമുക്ക് അവിടെ എത്താറായപ്പോഴേ ലൈറ്റുകളൊക്കെ കാണാം. ഒന്നും പറയണ്ട, അതിഗംഭീരമായ ലൈറ്റുകളായിരുന്നു. ആ നാട് മൊത്തവും ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. റോഡുകളിൽ മാത്രമല്ല, ആ നാട്ടിൽ ആ അമ്പലത്തിൻ്റെ അടുത്തുള്ള വീടുകൾ ഉൾപ്പെടെ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയായിരുന്നു. അടിപൊളി ലൈറ്റിംഗ് ആയിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എൻ്റെ മക്കൾക്ക് പിന്നെ പറയേ വേണ്ട, അവന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവൻ കണ്ടപ്പോഴേ ചൂണ്ടി നിൽക്കുക. നോക്കി അമ്മ, ആന, അതോ കുതിര, അതോ അത് ഇതെന്നും പറഞ്ഞ് അവനങ്ങ് ചൂണ്ടിയിരിക്കുമായിരുന്നു. എന്തൊക്കെയായാലും പറയട്ടെ, നല്ല അടിപൊളിയായിരുന്നു. കണ്ടില്ലേ, ഇത് അമ്പലത്തിലേക്ക് കയറുന്ന വഴിയാണ്. എന്ത് അടിപൊളിയായിട്ട് അവർ ലൈറ്റിങ്സ് ഒക്കെ ചെയ്തിരിക്കുന്നതെന്ന് നോക്കി. പിന്നെ ഉത്സവമാണ്. സൈഡിലെ കടകൾ കാണും. പലതും നമ്മളെ അങ്ങോട്ട് ആകർഷിക്കും. എന്തായാലും ഇപ്പോൾ ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോവാം. അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് ഒരുപാട് ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അതെല്ലാം കണ്ട് ആസ്വദിച്ച് പോകും. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണിത് അമ്പലത്തിൻ്റെ അടുത്ത് എത്താറായി. അവിടെയും ഒരുപാട് ലൈറ്റ് ഉണ്ടായിരുന്നു, ഒരുപാട്. അവിടെ ഒരു കുളമുണ്ട്. അങ്ങനെ നേരെ കാണുന്നില്ലേ, ആ ലൈറ്റിൻ്റെ അടുത്താണ് അമ്പലം. നമ്മൾ കയറി അമ്പലത്തിനടുത്ത് എത്തിയിരിക്കുകയാണ്. ഇതാണ് അമ്പലം. അമ്പലത്തിൻ്റെ ഫ്രണ്ടിലും അടിപൊളിയായിട്ട് ലൈറ്റുകളൊക്കെ ഇട്ട്
അടിപൊളിയാക്കിയിട്ടുണ്ട്. ഈ അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്. എൻ്റെ കോലം നിങ്ങൾ നോക്കണ്ട, ഞാൻ അമ്പലത്തിൽ കയറണം എന്നുള്ള ഉദ്ദേശത്തിലല്ല വന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ കോസ്റ്റ്യൂംസ് എടുത്തില്ല. കുഞ്ഞിന് വയ്യാത്തതുകൊണ്ട് മിക്കവാറും അമ്പലത്തിൽ കയറാൻ പറ്റത്തില്ല എന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ ജീൻസായിരുന്നു ഇട്ടത്. മുടിയെല്ലാം വണ്ടിയിൽ കയറിയെന്ന് കുളമായി. ഇതേ കണ്ടില്ലേ, ഒരുപാട് ലൈറ്റ് ഉണ്ടായിരുന്നു അവിടെ. ഒരുപാട് സ്ഥലവും ഉണ്ടായിരുന്നുകൊണ്ട് അവരതെല്ലാം യൂട്ടിലൈസ് ചെയ്ത് ഒത്തിരി നല്ല രീതിയിൽ അവർ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. അത് കണ്ടിട്ടുള്ള ആവേശമാണ് എൻ്റെ മോന്. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ചെറിയ പർച്ചേസൊക്കെ ചെയ്തു കേട്ടോ. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ പർച്ചേസ് എല്ലാം ചെയ്തു, ഐസ്ക്രീമൊക്കെ വാങ്ങി. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അത്യാവശ്യം സമയം എടുത്തിട്ടുണ്ടായിരുന്നു. പർച്ചേസ് വീഡിയോ എടുക്കാൻ പറ്റിയില്ലേ. കണ്ടില്ലേ, ആ വീട് വരെ മൊത്തവും ലൈറ്റിട്ട് അലങ്കരിച്ചിരിക്കുക. ഒരു നാട് മൊത്തവും ആ അമ്പലത്തിലെ ഉത്സവത്തിന് വേണ്ടി ഉണർന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ ദീപം കൊണ്ട് അലങ്കരിച്ച് വെച്ചിരിക്കുകയായിരുന്നു ആ നാട്. പിന്നെ വിതുര എനിക്കിഷ്ടപ്പെട്ട എൻ്റെ നാടും കൂടെ ആണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ചായ, ഇതാണ് സ്ഥലപ്പേര്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഉത്സവം എല്ലാം കഴിഞ്ഞ് രാത്രി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്, നേരെ കൊല്ലത്തേക്ക്. ഞങ്ങൾ വീടെത്തിയപ്പോൾ തന്നെ 12 1 മണിയായി. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ വിശേഷം. ബായ്.